ഇന്നത്തെ വീഡിയോ ഒരു ഒഴിച്ചുകറിയാണ്. വാഴപ്പിണ്ടി കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറി. വളരെ എളുപ്പത്തിൽ നമുക്കത് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വാഴപ്പിണ്ടി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തു. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാവുന്നതാണ്. മുറിച്ചെടുത്ത കഷ്ണങ്ങൾ ഞാൻ 2-3 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇതാ ഇങ്ങനെ മുറിച്ചെടുത്തു. ഇത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഉപ്പും ഇതിനാവശ്യമായ ഒരു 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് കുക്കർ മൂടിയതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കി. പിന്നീട് ഞാൻ 2 തക്കാളി, 1/2 കഷ്ണം സവാള, 2 പച്ചമുളക്, 2 വെളുത്തുള്ളി കറി വെക്കുന്ന പാത്രത്തിലേക്കിട്ട് പിന്നീട് 1/2 സ്പൂൺ മുളക് പൊടിയും വാഴപ്പിണ്ടിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിക്കണ്. ഇതിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് സ്റ്റവിൽ വെച്ച് തിളച്ചതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലേക്കാക്കി വെച്ച് മൂടി വെച്ചിട്ട് തക്കാളി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അല്പസമയം കഴിഞ്ഞ് മൂടി തുറന്നപ്പോൾ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ തക്കാളി വെന്ത് തുടങ്ങിക്കുന്നു. കുക്കർ തുറന്ന് വെന്ത വാഴപ്പിണ്ടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലുള്ള വെള്ളവും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. 1/2 കപ്പ് തേങ്ങയും ഒരു നുള്ളു ജീരകവും ഇട്ട് മിക്സിയിൽ അടിച്ചെടുത്ത ആ അരപ്പ് ഞാൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്നിത് ചൂടാക്കിയെടുക്കാം. നല്ല സ്വാദുള്ള കറിയാണിത്. തക്കാളീൻ്റെ ആ പുളിയും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല സ്വാദുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ളു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു നുള്ളു ഉപ്പിട്ട് കടുകും കൂടി പൊട്ടിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. ഇത് ചൂടായിരിക്കുന്ന കറി സ്റ്റൗ ഓഫാക്കാം. പാൻ ചൂടായതിന് ശേഷം 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 സ്പൂൺ കടുകിട്ട് 2 വറ്റൽമുളകും കരിവേപ്പിലയും ഇട്ടതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. സൂപ്പർ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഒഴിച്ചുകറി റെഡിയായി.